Hello dear friends, welcome back to J&J Tips. എൻ്റെ പേര് ജിനേഷ്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അതായത് നോർമലായിട്ട് നമുക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ ഓഡിയോ മാത്രമായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തില്ല അല്ലേ. അപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു വീഡിയോ ഫോർമാറ്റിലാക്കിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഓഡിയോ ഒരു വീഡിയോ ഫോർമാറ്റാക്കി ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനൊരു ആപ്ലിക്കേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. വളരെയധികം അടിപൊളിയായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് പ്രീമിയം അതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് പോലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. കുറച്ച് ആടുണ്ട്, അത് മാത്രം നമ്മൾ കണ്ടാൽ മതി. ഒരുപാട് ടൈമൊന്നുമില്ല, ചിലപ്പോൾ 30 സെക്കൻഡ്സ് ആയിരിക്കും. അങ്ങനെ വളരെയധികം ഷോർട്ട് ടൈമായിട്ടുള്ള ഒരു ആഡ് മാത്രമേ അതിൻ്റെ അകത്ത് കാണിക്കത്തുള്ളൂ. വളരെയധികം നല്ലൊരു ആപ്ലിക്കേഷനാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. ഓക്കെ, ആ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്താം. അതിൻ്റെ പേര് LOVi എന്നാണ്. അത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ രാജ്യക്കാർ ചെയ്യുന്നതല്ലേ, അപ്പോൾ ഉറപ്പായിട്ടും നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ആ ഒരു ആപ്ലിക്കേഷൻ എടുക്കാൻ വേണ്ടി നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ അകത്തോട്ട് പോവാം. എന്നിട്ട് ഇവിടെ LOVi എന്ന് ടൈപ്പ് ചെയ്യുക. ഇതുണ്ടോ, LOVi ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് LOVi എന്ന് കണ്ടോ. ഇതാണ് അതിൻ്റെ ലോഗോയും ബാക്കിയുള്ള കാര്യം. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു ഗ്രാഫിക്സൊക്കെ കാണിക്കും. വളരെയധികം രസമുണ്ട് അല്ലേ, നല്ല ക്യൂട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ മൊബൈലോ അല്ലെങ്കിൽ ടാബ്ലറ്റോ നമ്മുടെ നെറ്റുമായിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾക്കൊരു എഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ് വേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ആപ്ലിക്കേഷൻ എടുക്കാം. അതിനുശേഷം അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോ നമുക്ക് ഒരു ഈ ആപ്പിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പിക്ചറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പിക്സാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ പിക്സാർട്ട് എടുക്കാം. ഓക്കെ, ഇതാണ് പിക്സാർട്ട്. പിക്സാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ എഡിറ്റിങ്ങിന് ആൻഡ്രോയിലുള്ള ഏറ്റവും നല്ല ഒരു ആപ്ലിക്കേഷനാണ്. നമുക്കിതിൻ്റെ ഒരു 70% നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നതിന് ശേഷം നമുക്ക് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിന് പകരം എൻ്റെ ഒരു J&J ടിപ്സിൻ്റെ ഒരു ലോഗോയാണ് ഇതിനു വേണ്ടി ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അതിന് ഫസ്റ്റായിട്ട് നമുക്ക് ഈ ബോട്ടത്തിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്തപ്പം ഇതുപോലെ നമുക്ക് പ്രീമിയം ഫീച്ചേഴ്സിന് വേണ്ടിയുള്ള ആഡ് വരും. അപ്പോൾ നമുക്ക് ടോപ്പിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനൊരു ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വന്നു. ഇതിപ്പോൾ നമ്മൾ യൂട്യൂബിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ യൂട്യൂബിൻ്റെ അകത്ത് ഇടാൻ പാകത്തിലുള്ള ഒരു സൈസ് ഉണ്ട്. അതിനു വേണ്ടി നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ടൂൾസിൽ പോവുക, ക്രോപ്പിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് റൈറ്റ് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ഏറ്റവും അറ്റത്ത് റൈറ്റ് സൈഡിൽ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതിൻ്റെ അകത്ത് നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ സൈസിലുള്ള ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ടോപ്പിൽ ആ ടിക്കിൽ പ്രസ് ചെയ്യുമ്പോൾ അത് സേവ് ആവും. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ലോഗോ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം, ലോഗോ വേണമെങ്കിൽ ഇടാം, നിങ്ങളുടെ ഫോട്ടോസിൽ എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ അതിന് പകരം ഞാൻ എൻ്റെ ലോഗോയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആഡ് ഫോട്ടോ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ഉണ്ട്, അപ്പം എൻ്റെ ഇവിടെ ലോഗോ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ ലോഗോ പ്രസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ആഡ് എന്നുള്ള ബട്ടണിൽ ടോപ്പിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ലോഗോ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ അതിൻ്റെ സൈസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ബോട്ടത്തിലുള്ള റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആ സ്ട്രെച്ചിങ് ആയിട്ടുള്ള ആ സ്ഥലത്ത് നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിന് സൈസ് കൂടും, സ്ട്രെച്ച് പുറകോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് കുറയും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു സൈസിൽ നമ്മളത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം വീണ്ടും ടോപ്പിൽ വന്നിട്ട് ആ ഒരു ടിക്ക് മാർക്കിൽ നമ്മൾ പ്രസ് ചെയ്യാം. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഈ ഒരു സംഭവം നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ചെയ്യുക. അപ്പം ഗാലറിയിലോട്ട് സേവ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇതുപോലൊരു ആഡ് കാണിക്കും. അപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്യുക. അതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക. എന്നിട്ട് ബോട്ടിൽ വന്നിട്ട് സേവ് പിക്ചർ ഓൺ യുവർ ഡിവൈസ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്യുക.
അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പിന്നെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ പിന്നെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ. ഇപ്പം നമ്മുടെ ഈ ഒരു എഡിറ്റ് ചെയ്ത സംഭവം നമ്മുടെ പിന്നെ ഗാലറി കിടപ്പുണ്ടാകും. ഇനി അടുത്തായിട്ട് നമ്മളിതിൻ്റെ മെയിൻ പാർട്ടിലോട്ട് പോവുകയാണ്. അതിന് നമ്മുടെ മെയിൻ ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യുക. അതിൻ്റെ പേര് LOVi എന്നാണ്. അപ്പോൾ നമ്മൾ LOVi ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലൊരു ആഡ് കാണിക്കും, അത് നമ്മൾ ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനൊരു പേജ് വന്നിട്ടുണ്ട്. ഈ പേജിൻ്റെ അകത്ത് ചൂസ് ഇമേജ് മൈ ക്രിയേഷൻ എന്നുള്ള 2 ഓപ്ഷൻസ് കാണാം ഹൈലൈറ്റിംഗ് ആയിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ചൂസ് ഇമേജ് എന്നുള്ള അത് സെലക്ട് ചെയ്യുക. ചൂസ് ഇമേജ് വരുമ്പോൾ ഇങ്ങനെ ഒരുപാടെണ്ണം നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം നമ്മൾ പിക്സാർട്ടിൻ്റെ അകത്ത് നമ്മുടെ പിന്നെ ലോഗോ എഡിറ്റ് ചെയ്തിട്ടുകൊണ്ട് അത് ഞാൻ സെലക്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ലോഗോ, അത് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലൊരു ആഡ് കാണാൻ സാധിക്കും, അത് നമ്മൾ ക്ലോസ് ചെയ്യുക. ഓക്കെ, ക്ലോസ് ചെയ്തു. അതിന് ശേഷം നമ്മൾ വീണ്ടും ക്രോപ്പ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ക്രോപ്പ് ചെയ്തിട്ടുണ്ട്, ആ സൈസ് ഒന്നും കൂടി നമ്മൾ കൃത്യമായിട്ട് ക്രോപ്പ് ചെയ്തെടുത്തിട്ട് ടോപ്പിൽ റൈറ്റ് ഹാൻഡ് സൈഡിലെ ക്രോപ്പ് എന്നുള്ള ആ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോഗോ അവിടെ വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഒരു മ്യൂസിക് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുള്ള ഒരു പിന്നെ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു മ്യൂസിക് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ഞാനിവിടെ ഇതിനു വേണ്ടി ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് മ്യൂസിക് അടിക്കുക. അതിനുശേഷം വാർഷിപ്പ് എന്നുള്ള ആ ഒരു മ്യൂസിക്കാണ് ഞാൻ ഇവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ പ്രസ് ചെയ്യുക, എന്നിട്ട് യൂസ് എന്നുള്ള ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എത്ര സെക്കൻഡാണോ വേണ്ടത് അത്രയും സെക്കൻഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഞാനൊരു ഏകദേശം ഒരു നമുക്ക് 30 സെക്കൻഡ് എങ്കിൽ 30 സെക്കൻഡ് മതിയാവും, അല്ലെങ്കിൽ നമുക്കൊരു 40 ആക്കാം. 40 സെക്കൻഡ് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ മേളത്തെ വോളിയം കുറയ്ക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വോളിയം കുറയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ മ്യൂസിക് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ പ്രീമിയം ഫീച്ചേഴ്സ് ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ആഡ് വാച്ച് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ടോപ്പിൽ കാണുന്ന LOVi എന്നുള്ള ആ ഒരു പിന്നെ ആ ഒരു ലോഗോ മാറ്റാൻ, വാട്ടർമാർക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് പ്രസ് ചെയ്യുക. അപ്പം നമ്മൾ ഒരു ആഡ് വാച്ച് ചെയ്യേണ്ടതുണ്ട്, അത് നമ്മൾ വാച്ച് ചെയ്യുക. ഓക്കെ, അത് മിക്കവാറും 30 സെക്കൻഡൊക്കെ ആയിരിക്കും, അത് നമ്മൾ പെട്ടെന്ന് വാച്ച് ചെയ്യുക. ആ ആഡ് വാച്ച് ചെയ്തതിന് ശേഷം ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, അതിന് ഇപ്പോൾ സക്സസ് എന്ന് കാണിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളത് ക്ലോസ് ചെയ്യുക. ഇനി നമ്മുടെ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷനിലോട്ട് വരിക. നെക്സ്റ്റ് ഓപ്ഷൻ, മ്യൂസിക് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഓപ്ഷൻ കണ്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് കുറേ അനിമേഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള അനിമേഷൻസ് യൂസ് ചെയ്യാം. ഇത് നമ്മൾ വേണമെങ്കിൽ ഹാർട്ട് യൂസ് ചെയ്യാം. ഇത് കുറേ ഡോട്ട്സ് മൂവ് ചെയ്യുന്നത്, ഇത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പിന്നെ അനിമേഷനാണ്, നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. അപ്പം എനിക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടത് ഈ ഒരു അനിമേഷനാണ്. അപ്പോൾ അത് ഞാൻ പിന്നെ ചൂസ് ചെയ്തു കണ്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു വോളിയം കൂട്ടി നോക്കാം. അപ്പോൾ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് കാണിക്കുന്നത് കണ്ടോ, രസമുണ്ടല്ലേ. അപ്പം നമ്മൾ ഇത് സെലക്ട് ചെയ്തു. ഇതിന് ശേഷം അടുത്ത കളർ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള അതിലേക്ക് നമുക്ക് പോവാം. അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് കളർ എഫക്ട്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ അതിൻ്റെ കളർ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടെങ്കിൽ നോൺ എന്ന് അടിച്ചാൽ മതി. അപ്പം നമ്മൾ കളർ ചേഞ്ച് ഒന്നും ആവത്തില്ല. അതിനുശേഷം ഫിൽറ്റേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തും കളർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കളേഴ്സാണ് ഇവിടെയും വരുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളറും ഫിൽറ്ററും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം എനിക്കതും വേണ്ട. അതുപോലെ തന്നെ കളർ ഓവർലൈ, അതായത് നമ്മളിത് ഓൺ ആക്കിയിട്ട് നമ്മൾ ഇതിങ്ങനെ ഇതിൻ്റെ മേളിൽ കൂടെ ഓടിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടോട്ടൽ ഇഷ്ടമുള്ള കളറിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ഞാൻ അതും ചെയ്യുന്നില്ല. എനിക്ക് ഈ ബ്ലാക്ക് ഷെയ്ഡാണ് ബാക്ക്ഗ്രൗണ്ടിൽ എനിക്കിഷ്ടമുള്ളത്. അതിന് ശേഷം നമുക്ക് ഫ്രെയിം, ഇവിടെ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ COVID-19 ഇൻക്ലൂഡിങ് ഇപ്പോഴത്തെ നമുക്ക് മാസ്ക് ധരിക്കണം എന്നുള്ള ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇതുപോലെ ഫ്രെയിംസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഇങ്ങോട്ട് വന്നാൽ ലവ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഫ്രെയിംസ് ഉണ്ട് കണ്ടോ, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം എനിക്ക് അതൊന്നും വേണ്ട, അതുകൊണ്ട് ഞാനത് ഒന്ന് സെലക്ട് ചെയ്യുന്നത് നോൺ എന്ന് പ്രസ് ചെയ്തു. അതിനുശേഷം മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ബീറ്റിനനുസരിച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ
ഈ ലോഗോയോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പിക്ചർ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ബീറ്റ് വെലോസിറ്റി നമ്മൾ ആദ്യമേ ബീറ്റ് നമ്പർ സെലക്ട് ചെയ്യുക. അതിന് ശേഷം ബീറ്റ് വെലോസിറ്റി നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ബീറ്റ് വെലോസിറ്റി സെലക്ട് ചെയ്യുകയാണ് കണ്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ പിക്ചർ മൂവ് ആകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മളതും നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അതിന് ശേഷം അടുത്തത് ടെക്സ്റ്റ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഓഫ് എന്നുള്ളത് ഓൺ ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ GNJ ടിപ്സ് എന്ന് മാത്രമേ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ GNJ ടിപ്സ് എന്ന് അതിന് പകരം സെലക്ട് ചെയ്യുവാണ്. JNJ ടിപ്സ് സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ടിലോട്ട് ഇത് മാറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യുക. ഇതാണെങ്കിൽ നോക്കട്ടെ, നമ്മൾ ഈ ബോട്ടത്തിലുള്ള നമ്മുടെ കീബോർഡ് ഹൈഡ് ചെയ്യാനുള്ള ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ അത് മാറി. ഇപ്പം JNJ ടിപ്സ് എന്ന് മേളിൽ കണ്ടോ. ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇതിൻ്റെ പൊസിഷനോ നമുക്ക് സൈസോ മാറ്റാൻ സാധിക്കും. ഈ ടെക്സ്റ്റ് സൈസ്, പൊസിഷൻ Y, ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ടെക്സ്റ്റ് സൈസ് വരുമ്പോൾ നമുക്കത് റൈറ്റിലോട്ട് സ്ലൈഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സൈസ് കൂടി വരും. ലെഫ്റ്റിലോട്ട് സ്ലൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറഞ്ഞു വരും. നമുക്കൊരു ഈ ഒരു വലുപ്പത്തിൽ മതി. ഓക്കെ, ഇനി അതിന് ശേഷം അതിൻ്റെ പൊസിഷനിങ് പ്രസ് ചെയ്തിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ മാറ്റുമ്പോൾ അത് ലെഫ്റ്റിൽ പോകും, റൈറ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ റൈറ്റിലോട്ട് പോകും. ഓക്കെ, നമ്മൾ ലെഫ്റ്റിൽ കൊണ്ടുവന്നു. അതിനുശേഷം എനിക്ക് ഏറ്റവും ബോട്ടത്തിൽ വെക്കാനാണ് താല്പര്യമുണ്ട്. അടുത്ത പൊസിഷൻ Y എന്നുള്ള പൊസിഷനിൽ നമ്മൾ പിന്നെ അത് ആക്കിയിട്ട് നമുക്ക് വീണ്ടും റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇത് ഏറ്റവും ബോട്ടത്തിൽ വരുന്ന ഈ ഒരു പൊസിഷനിലിടുവാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മളിവിടെ അത് കൊണ്ടുവന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് വിഷ്വലൈസർ. കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടി നമ്മൾ വിഷ്വലൈസർ ഓൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ആ ബീറ്റിനനുസരിച്ച് ഇതുപോലെ ചെറിയ ബാറുകൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാം അല്ലേ, ഗ്രാഫിക്സ് ആയിട്ട് ചെറിയ ബാർ. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് അങ്ങോട്ട് വേണമെങ്കിലും മാറ്റാൻ സാധിക്കും കേട്ടോ. നമുക്ക് അതിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഫുൾ ലെങ്തായി. ഇപ്പോൾ നമുക്ക് പൊസിഷൻ എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം. ഇനി Y പൊസിഷന്, അതുപോലെ തന്നെ പിന്നെ അടുത്തത് നോക്കുമ്പോൾ X പൊസിഷന്, അത് നമുക്ക് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ മാറ്റുവാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ ഹൈറ്റ് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ഇത് ടോപ്പിലോട്ട് പോകും, റൈറ്റിലോട്ട് അത് സ്ക്രോൾ ചെയ്യുമ്പോൾ അത് മിഡിലിൽ വരും. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും അത് വെക്കാം. ഓക്കെ, ഇനി എനിക്ക് ഇതിന് പകരം എനിക്കൊരു സർക്കിളായിട്ടാണ് ഇതിൻ്റെ അകത്തെ ഗ്രാഫിക്സ് മൂവ് ചെയ്യുന്നത് കാണാൻ എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് ആക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ചെയ്തു അല്ലേ. ഇതിന് ശേഷം നമ്മൾ അടുത്തൊരു ഓപ്ഷനിലോട്ട് പോകണം. ഇപ്പോൾ ഇത് സെൻറ്ററിൽ വെച്ചു. ഇതിന് ശേഷം ബാൻഡ് ഫ്രീക്വൻസി നമ്മൾ റൈറ്റിലോട്ട് നമ്മൾ കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ തിക്നെസ് കൂടുകയും ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ തിക്നെസ് കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു തിക്നെസ്സിൽ നമുക്ക് അത് വെക്കാൻ സാധിക്കും. നമ്മളൊരു ഈ ഒരു പൊസിഷനിൽ വെക്കുകയാണ്. ഇതിന് ശേഷം അതിൻ്റെ തിക്നെസ് നമ്മൾ റൈറ്റിലോട്ട് സ്ലൈഡ് ചെയ്യുമ്പോൾ ഒരുപാട് തിക്നെസ് ആകും, ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ തീർത്തങ്ങ് നാരോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു പൊസിഷനിൽ ഇത് വെക്കുക. ഓക്കെ, ഇനി നമുക്കതിൻ്റെ കളറ് ഏത് വേണമെങ്കിലും നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പം എനിക്ക് വൈറ്റ് തന്നെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വൈറ്റ് തന്നെ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി അതിൻ്റെ ഹൈറ്റ് മാക്സിമം നമുക്ക് റൈറ്റിലോട്ട് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഹൈറ്റ് നമ്മളിതുപോലെ കൂടിക്കൂടി വരും. നമുക്കപ്പോൾ ഒരു മീഡിയം മതി, ഇത്രയും മതി. ഇനി സ്ട്രോക്ക് ടൈപ്പ് നമ്മുടെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രോക്ക് അതിൻ്റെ ബീറ്റിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിൻ്റെ അകത്ത് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ റൗണ്ട് തന്നെ ഇതിടുകയാണ്. അപ്പോൾ നമ്മൾ റൗണ്ട് ടൈപ്പിലായിരിക്കും അതിൻ്റെ അകത്ത് നിന്ന് ഓൾമോസ്റ്റ് ഒരു റൗണ്ട് ടൈപ്പിലായിരിക്കും അതിൻ്റെ അകത്ത് വരുന്ന ബീറ്റിൻ്റെ ഒരു സൈസ് വരുന്നത്. പിന്നെ നമ്മളിതിൻ്റെ റേഡിയസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് ബീറ്റിൻ്റെ റേഡിയസ് അപ്പോൾ നമ്മൾ വേണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പം ഈ റേഡിയസ് സെലക്ട് ചെയ്യുന്നതിന് ഗ്ലോ റേഡിയസ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ താഴത്തെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ നൺ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള മാറ്റവും വരത്തില്ല. സോളിഡ് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ഉണ്ടാവും, ഒരു ചെറിയൊരു ഷെയ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഔട്ടർ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു
ഇതുപോലെ വേറൊരു കുറച്ച് മാറ്റങ്ങൾ അതിന് വരുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് നോൺ അടിച്ചു അതിൻ്റെ അകത്ത്. അതിന് ശേഷം ഇനി അടുത്ത് വരുന്നത് സൈഡ് എവിടെയാണ് ഇത് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി മേളിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്, ബോട്ടത്തിൽ വേണോ അതോ ടോപ്പിൽ വേണോ, മിഡിൽ അതുപോലെ സെൻറ്ററിൽ വേണോ എന്നുള്ളത് നമുക്ക് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ സെൻറ്ററിൽ തന്നെ വെച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്കൊരു സർക്കിൾ, അതായത് ഇതിൻ്റെ ചുറ്റും ഗ്രാഫ് മൂവ് ചെയ്യുന്നതാണ് എനിക്ക് കാണാൻ ആഗ്രഹമെന്ന്. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലേക്ക് പോവാണ്. ഓക്കെ, ഇനി അടുത്തത് സർക്കിളൊന്നും ആക്കിക്കൊണ്ട്, അപ്പോൾ നമ്മൾ സർക്കിളായിട്ട് അത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്ക് റേഡിയസിൻ്റെ സൈസ് നമുക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കും ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ബാൻഡിൻ്റെ പൊസിഷൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാറുന്നുണ്ട്. ഓക്കെ, അതുപോലെ റേഡിയസ് നമുക്ക് ചെറുതാക്കാം, നമുക്ക് കറക്റ്റ് ഇച്ചിരി കൂടെ വലുപ്പം കൂട്ടണമെങ്കിൽ വലുപ്പം കൂട്ടാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ അത് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. ഞാനൊരു ഈ ഒരു പൊസിഷന് വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നല്ല ഭംഗിയായില്ലേ അല്ലേ. ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡിഗ്രി എത്ര ഡിഗ്രിയിൽ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു 180 ഡിഗ്രി വെക്കുവാണെങ്കിൽ ഇതിൻ്റെ ഹാഫ് ആയിട്ടായിരിക്കും അത് കാണുന്നത്, കണ്ടോ. ഇപ്പോൾ ഓൾ വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ അപ്പോൾ ഓൾ പ്ലേസ് ഇതുപോലെ കവർ ചെയ്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്കിതുപോലെ ഒരു ഗ്രാഫിക്സ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റിയാക്ട് ടു 5, അതിപ്പോൾ നമുക്ക് ചെറിയ ഡിഫറൻസ് അതിൻ്റെ അകത്ത് കാണുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇത് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ തിക്നെസ് വളരെയധികം കുറഞ്ഞു വരും. അപ്പോൾ നമ്മളത് മാക്സിമം ലോയിൽ തന്നെ ഇടുക. പിന്നെ റിയാക്ട് വെലോസിറ്റി നമുക്കത് കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കും. നമ്മൾ കൂട്ടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഏത് ചെറിയ ബീറ്റിനും അത് ഒരുപാട് അങ്ങ് ഇതാവും, പിന്നെ ഒരുപാട് ഷോ ഓഫ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയത്തിലിടുക. ഓക്കെ, ഇത്തരത്തിലൊരു 10 ഇടുക. അപ്പോൾ നല്ല ഭംഗിയില്ല കാണാൻ. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന് ശേഷം നമ്മൾ ഇത് സേവ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, നമ്മുടെ ഇതിങ്ങനെ അടിക്കുന്നുണ്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ല അല്ലേ. ഇനി ഞാൻ ഇത് പ്രോപ്പറായിട്ടും സേവ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സേവ് ചെയ്യാനിടാം. അതിനു വേണ്ടി നമ്മൾ ടോപ്പ് സൈഡിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ചെറിയൊരു റെഡ് ബട്ടണിൽ അതിൻ്റെ അകത്ത് പ്രസ് ചെയ്യുക. സേവ് എന്നുള്ള ഒരു ബട്ടണിൽ പ്രസ് ചെയ്തു. അപ്പം നമ്മുടെ ഇതുപോലെ അതിൻ്റെ അകത്ത് പ്രീമിയം ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ആഡ് വാച്ച് ചെയ്യണം, അത് നമ്മൾ വാച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ അത് വാച്ച് ചെയ്തതിന് ശേഷം അത് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ പെട്ടെന്ന് തന്നെ അത് സേവ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത് റെൻഡർ ചെയ്യുവാണ്. റെൻഡർ ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ ഗ്യാലറിയിലായിരിക്കും മിക്കവാറും സേവ് ആവുന്നത്. അപ്പം നമുക്കിതിന് ശേഷം ഗ്യാലറി ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ഇത് അവിടെ കിടപ്പുണ്ടാകും. അതിന് ശേഷം ആ ഒരു സംഭവം ഞാൻ പ്രോപ്പറായിട്ടും നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് റെൻഡർ ചെയ്ത് കഴിയാറായിട്ടുണ്ട്. ഇതിന് ശേഷം റെൻഡർ ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ അകത്തൊരു ആടും കൂടിയും വരും, അതും കൂടി നമ്മൾ വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു സംഭവം അവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ആഡ് വാച്ച് ചെയ്യുന്നത് നമ്മൾ ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ എഡിറ്റ് ചെയ്ത സംഭവം അവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഗ്യാലറി വന്ന് നോക്കുക, അതവിടെ കിടപ്പുണ്ടാവും. ഇതാണ് ആ ഒരു സംഭവം. ഓക്കെ, ഇത് ഞാൻ ആഡ് ചെയ്തതാണ്. ഇത് ഞാൻ ഇനി പ്രോപ്പറായിട്ട് നിങ്ങളെ കേൾപ്പിക്കാം. ഓക്കെ.